my friends, we can study the rest of the part in the lesson The Little Round Red House in 8th Standard English. എന്തായിരുന്നു ഈ ഒരു സ്റ്റോറി? ആരെ നമ്മൾ കണ്ടെത്തിയിരുന്നത്? എ ബോയ്. He was searching for the little round red house. റെഡ് ഹൗസ് തെരഞ്ഞ് ഇങ്ങനെ പോവാണ് അല്ലേ? ത്രൂ ദ സ്ട്രീറ്റ്, ത്രൂ ദ ബ്ലോക്ക്, ആൻഡ് ഹി കനോട്ട് ഫൈൻഡ് ഔട്ട് എനി ഓഫ് ദാറ്റ് ഹൗസ്. അങ്ങനെയുള്ള ഒരു വീട് അവന് ഇതുവരെ കണ്ടെത്താനായോ? ഇല്ല, ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫൈനലി ഹി ഹാസ് റീച്ച്ഡ് ഇൻ എ ഓർച്ചിഡ്. എന്തായിരുന്നു ഓർച്ചിഡ് എന്ന് പറഞ്ഞാൽ? ഒരു ആപ്പിൾ തോട്ടം. ആരുടേതായിരുന്നു ആ ആപ്പിൾ തോട്ടം? യെസ്, മിസ്റ്റർ ഫേഴ്സ് അല്ലെ? മിസ്റ്റർ ഫേഴ്സിന്റെ ഒരു ആപ്പിൾ തോട്ടത്തിലാണ് അവന് എത്തിയത്. Now we can see whether he could find out this house or not. ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹൗസ് അവന് കണ്ടെത്താനായോ ഇല്ലയോ എന്ന്, or whether he has gone back to the house. അവന്റെ വീട്ടിലേക്ക് അവൻ തിരിച്ചു പോയോ ഇല്ലയോ എന്ന് അടുത്ത പാരഗ്രാഫിൽ നമുക്ക് നോക്കാം. Okay, come to the next paragraph. If anyone knows where that house, he should, the little boy reasoned. So up he trudged to Mr. Ford's barn and peered inside. And he reasoned, the boy reasoned എന്ന് പറഞ്ഞാ, the boy thought. ആ കുട്ടി ഇങ്ങനെ ചിന്തിച്ചു എന്ത്? If anyone knows where that house, he should find out. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വീട് ഉണ്ടെങ്കിൽ അവൻ കണ്ടെത്തിയിരിക്കും. He had a high willpower. Okay? And he will find out that house. അങ്ങനെ ഒരു വീട് ഉണ്ടെങ്കിൽ അവൻ കണ്ടെത്തും. So up he trudged to Mr. Ford's barn is the. Mr. Ford എന്ന് പറയുന്ന ആരായിരുന്നു? ഒരു ഫാമർ അല്ലേ? അവിടെ ജോലി ചെയ്യുന്ന ഒരു ഫാമർ. ആ ഫാമറുടെ ബാണിലേക്ക്, ബാൺ എന്ന് പറഞ്ഞ എന്താ? ബാൺ itself farm, large farm building used for storing grain. ഗ്രെയിൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൃഷിയിടങ്ങളിലൊക്കെ, ഫാമിലൊക്കെ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഫാം ബിൽഡിംഗ് ഉണ്ട്. അവിടെയുള്ള ആ കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കുന്ന ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി താൽക്കാലികമായിട്ട് നിർമ്മിക്കുന്ന ഒരു ബിൽഡിംഗ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ബാൺ. ആ മിസ്റ്റർ ഫേഴ്സിന്റെ ബാൺ കണ്ടപ്പം he has gone, he trudged, he walked to that barn. ആ ബാണിലേക്ക്, ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് അവന് നടന്നു നീങ്ങി. and peered inside. എന്നിട്ടോ ആ ബാണിന്റെ ഉള്ളിലേക്ക് അവനിങ്ങനെ എത്തി നോക്കി. then what he has seen inside that barn. Okay, let's go to the next paragraph. There was the farmer packing apples into boxes. He looked up. Why, hello, the young fellow. What can I do for you? Come for a taste of my apple cider. Yes, there was the farmer packing apples into boxes. എന്താണ് ആ ബാണിൽ ചെന്നപ്പം ഇവന് കാണാൻ പറ്റിയത്? The farmer, he was packing apples into boxes. ഈ ആപ്പിൾസ് ഒക്കെ ആപ്പിൾ തോട്ടത്തിലാണല്ലോ അവന്. ആ ആപ്പിൾ തോട്ടത്തിലാണ് ഇങ്ങനെ ഒരു ബാൺ കണ്ടത്. ആ ബാണിന്റെ ഉള്ളിൽ എന്താണ് അവർ ചെയ്യുന്നത്? They were packing apples into boxes. ആപ്പിൾസ് ഒക്കെ ബോക്സിലേക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. He looked up. എന്നിട്ട് ആ ഫാമർ ഈ കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചു, why, hello, young fellow, young boy, why do you come here? What can I do for you? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താണ് നിനക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത്? Come for a taste of my apple cider. നീ ഇങ്ങോട്ട് വന്നോളൂ. And taste this apple cider. This farmer has an apple cider. എന്താ apple cider? Yes, apple cider is the alcoholic drink made of apple. ആപ്പിൾ നിന്ന് ഉണ്ടാക്കുന്ന alcoholic drinks ആണ് എന്ത്? ആപ്പിൾ സൈഡർ. സോ ദിസ് ഫാമർ ഹാസ് ഗിവൺ എ കപ്പ് ഓഫ് ആപ്പിൾ സൈഡർ ടു അവർ ബോയ്. അവര് നടന്ന് ക്ഷീണിച്ച്
അങ്ങനെ ഒരു ഗ്ലാസ് ആപ്പിൾ സൈഡർ കിട്ടിയതാണ് അല്ലെ. അതവന് വളരെ ആവേശത്തോടെ കഴിച്ചിട്ടുണ്ടാവും. നോക്കാം നമുക്ക്. Come to the next paragraph. He poured a cup and handed it to the little boy. The little boy drank it down gratefully. Hunting for houses was thirsty work. The cider tasted sweet and tart all this at the same time. Yes, he poured, the farmer, the farmer poured a cup of apple cider and handed it to the little boy. അങ്ങനെ എന്ത് ചെയ്തു? ഇയാൾ ഈ ഫാമർ ഒരു കപ്പ് ആപ്പിൾ സൈഡർ ഒഴിച്ചിട്ട് ആർക്ക് കൊടുത്തു? ഈ കുട്ടിക്ക് കൊടുത്തു. The little boy drank it down gratefully. വളരെ നന്ദിയോടുകൂടി. Gratefully means thankfully. And he drank it. കാരണം അവൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. നടന്ന് he wants a cup of water. അവൻ എന്ത് വേണം? ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കുടിക്കുക എന്നുള്ള ഒരു ദാഹം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് but this apple cider, hunting for houses was thirsty work. ദാഹിച്ചു. thirsty means ദാഹം. and വീട് തെരഞ്ഞ് നടന്നപ്പോൾ it was a thirsty work. So he drank the apple cider very gratefully. Then how was this cider? എങ്ങനെ ഉണ്ടായിരുന്നു ഈ സൈഡർ അവന്? ഇറ്റ് വാസ് സോ സ്വീറ്റ് ആൻഡ് ടാർട്ട്. വളരെ മധുരമുള്ളതും അതേപോലെ ടാർട്ട് കുറഞ്ഞ പുളിയുള്ളതും ആയിരുന്നു. എനിവേ ഹി ഡ്രാങ്ക് ഇറ്റ് ഗ്രേറ്റ്ഫുള്ളി. അവന് വളരെ ദയോടുകൂടി തന്നെ അത് കുടിച്ചു. ഓക്കെ, ഗോ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. താങ്ക്സ് ഫോർ ദ സൈഡർ, ദ ലിറ്റിൽ ബോയ് സെഡ്. മിസ്റ്റർ Fudge, can you help me? I'm looking for a house. It's a little round red house with no windows and no doors. A chimney on top and a star in the middle. My mother says you have lived here longer than anybody. And she found the house when she was my age. So I thought you might know where it is. Yes, the little boy says, yes, thanks for the cider. Mr. Fudge, can you help me to find out a special house? I'm searching for a special house. ഞാൻ എന്താണ് ഒരു സ്പെഷ്യൽ ഹൗസ് തെരഞ്ഞിങ്ങനെ നടക്കുക. Can you help me? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? Then what type of a house? It's a little round red house with no windows and no doors, but a chimney on top and a star in the middle. My mother says that you are living here longer than anybody. എന്ന് പറഞ്ഞാൽ എന്താ? He is the oldest person in this place. ഏറ്റവും കൂടുതൽ പ്രായമായിട്ടുള്ള ആളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ഹൗസ്. And she found the house when she was my age. My mother found this house when she was my age. എൻ്റെ അതേ ഏജ് ആയപ്പം, എൻ്റെ അതേ പ്രായമായപ്പോൾ എൻ്റെ മദർ ഇങ്ങനെ ഒരു വീട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാണല്ലോ ഈ ഒരു പ്ലേസിലുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആള്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീട് എനിക്ക് പറഞ്ഞു തരൂ. സോ ഐ തോട്ട് യു മൈറ്റ് നോ വേർ ഇറ്റ് ഇസ്. എവിടെയായിരിക്കാം ഇത് എന്ന് നിങ്ങൾക്കറിയാം. സോ പ്ലീസ് ഹെൽപ്പ് മീ ഓഫ് about this house. Okay, let's go to the next paragraph. Mr. Fudge smiled. Seems to me I remember your mother when she was just a little girl. Seems to me she came to find me on a day just like today. Seems to me that she was looking for a house too, just like the one you have described. And seems to me I know just what to send her. Listen. Mr. Fudge smiled of hearing this. ഇങ്ങനെ ഒരു വീട് അന്വേഷിച്ച് വന്നപ്പോൾ മിസ്റ്റർ Fudge was smiling. ആ ഒരു സ്മൈലിംഗ് കാണുമ്പോൾ തന്നെ കുട്ടിക്ക് തോന്നി എന്തോ ഒരു ക്ലൂ ഇയാളുടെ അടുത്ത് നിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. And he says that seems to me I remember your mother
when she was just a little girl. I remember your mother when she was just little girl. എന്ന് തോന്നുന്നു. ഞാൻ നീ ഡിസ്ക്രൈബ് ചെയ്തതുപോലെയുള്ള ഒരാളെ ഞാൻ പണ്ട് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. Seems to me she came to find me on a day just like today. ഇന്ന് നീ തെരഞ്ഞ് എന്നോട് അന്വേഷിച്ചതുപോലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു കുട്ടി എന്റെ അടുത്ത് വന്ന് ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. Then seems to me that she was looking for the house too, just like the one you have described. നീ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ തന്നെയുള്ള ഒരു വീട് അന്വേഷിച്ച് എന്റെ അടുത്ത് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. And seems to me I knew just where to send her. അന്ന് ആ കുട്ടിയെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിട്ടതായിട്ട് പറഞ്ഞയച്ചതായിട്ട് അതും ഞാൻ ഓർക്കുന്നു. ഇങ്ങനെയുള്ള അതായത് വർഷങ്ങൾക്ക് മുമ്പ് നീ ഡിസ്ക്രൈബ് ചെയ്തതുപോലെയുള്ള ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വരികയും എന്നോട് ഇങ്ങനെയുള്ള ഒരു വീട് അന്വേഷിക്കുകയും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ ആ കുട്ടിയെ പറഞ്ഞയക്കുകയും ആ കുട്ടി അവിടെ നിന്ന് ആ ഒരു ഹൗസ് കണ്ടെത്തുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. ആരാ പറഞ്ഞത്? മിസ്റ്റർ ഫേഴ്സ്, ദ ഫാമർ. അല്ലെ, ആ ആപ്പിൾ തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആരാണ്? മിസ്റ്റർ ഫേഴ്സ്. എന്നിട്ട് ഈ കുട്ടിയെ എങ്ങോട്ടാണ് ഫാമർ പറഞ്ഞയച്ചത്? See the next paragraph. The farmer walked outside and pointed to his orchards up on the little hill. See those trees? Run up there and take a look around, and I think you will find what you are looking for. The farmer walked outside. അങ്ങനെ ഫാമർ പുറത്തേക്ക് പോയി. എന്നിട്ടോ pointed to his orchards up on the hill. ആ ഹില്ലിന്റെ മുകളിലേക്ക് ഒരു ഓർച്ചിഡ് ഉണ്ട്, ഒരു ആപ്പിൾ തോട്ടമുണ്ട്. അതിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. See those trees? മരങ്ങളൊക്കെ കണ്ടില്ലേ? Run up there and take a look around. അങ്ങനെ അവിടെ പോയിട്ട് നീ എന്ത് ചെയ്യണം? അവിടെ പോയി ഇങ്ങനെ നോക്കണം, ചുറ്റും നോക്കണം. I think you will find what you are looking for. അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ നിനക്ക് കണ്ടെത്താൻ പറ്റും. നീ സെർച്ച് ചെയ്യുന്ന ആ ഒരു വീട് നിനക്ക് കണ്ടെത്താൻ കഴിയും. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു? Okay, see the next paragraph. The little boy crossed the field and up the hill. He stood under one of the apple trees and looked all around. The wind was blowing dancing breeze, and it blew a red apple right off the tree. Thank the apple landed at his feet. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു? The little boy ran across the field. ആ ഫീൽഡിലേക്ക് ഓടി. He stood under one of the apple trees and looked around. അങ്ങനെ ഒരു ആപ്പിൾ ട്രീന്റെ അടുത്ത് പോയിട്ട് അവന് ചുറ്റും ഇങ്ങനെ നോക്കി. എന്നിട്ടോ then the wind was blowing. അപ്പൊ എന്ത് സംഭവിച്ചു? വിൻഡ്, നല്ലൊരു കാറ്റടിച്ചു അല്ലെ? ജസ്റ്റ് ലൈക്ക് എ ഡാൻസിങ് ബ്രീസ്. ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്. ഒരു കാറ്റിങ്ങനെ ഡാൻസ് ചെയ്യുന്നത് പോലെ കാറ്റിങ്ങനെ അടിച്ചു. എന്നിട്ടോ and it blew one of the apple down, and that apple has fallen to at his feet. ഒരു ആപ്പിൾ ഇങ്ങനെ അവന്റെ കാലിലേക്ക് ഇങ്ങനെ വീണു. Then what did he do with that apple? Picking it up, the little boy took a closer look. അതെടുത്തിട്ട് അവൻ എന്ത് ചെയ്തു? അതിങ്ങനെ നന്നായിട്ട് നിരീക്ഷിച്ചു. He observed. ആ ആപ്പിളിനെ അവനിങ്ങനെ നിരീക്ഷിച്ചു. ആപ്പിളിന്റെ ആ ഷേപ്പും എല്ലാം അവന്, ആ ആപ്പിളിന്റെ കളറും ഷേപ്പും എന്തൊക്കെയാണ് ആപ്പിളിൽ ഉള്ളത് എന്ന് അവനിങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. Then എങ്ങനെയായിരുന്നു ആപ്പിൾ? യെസ്, a little round red house and a chimney on the top. Okay, and he did not know whether a star is in the middle or not. മിഡിലിൽ സ്റ്റാർ ഉണ്ടോ എന്ന് അവൻ അറിയില്ല. പക്ഷേ that is a little round red house and a chimney on the top. A little round red house with no windows and no doors. Windows illa, doors illa. He said, turning it and looking at its shiny round red surface.
a chimney on top, he said, touching the stump, a star in the middle, and turning it and looking at its shiny round red surface. Shiny ആയിട്ടുള്ള റൗണ്ട് സർഫസ് ആ ആപ്പിളിന്റെ പുറത്തുള്ളത് അവനിങ്ങനെ ശ്രദ്ധിച്ചു. എന്താണ്? ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ആണ്. നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്. വിൻഡോസ് ഇല്ല, ഡോസ് ഇല്ല. ചിമ്നി ഉണ്ട് മുകളിൽ അല്ലെ. പിന്നെ സ്റ്റാർ അതിനുള്ളിൽ ഉണ്ടോ എന്നുള്ളത് അവന് അറിയില്ലായിരുന്നു. എന്നിട്ട് അവൻ എന്താ ഈ ആപ്പിൾ ചെയ്ത്? He put the apple in his raincoat pocket and ran all the way home. Mom, Mom, he cried, I think I found it. His mother smiled when he took the apple out of his pocket and handed it to her. I think you did too, she said. And a little round red house with no windows and no doors and a chimney on top. He put this apple into his pocket and ran to his house. Mom, Mom, I found it. ഞാനത് കണ്ടെത്തി. Then the mother said, she smiled, she said, yes, I think you did too. നീ അത് കണ്ടെത്തി, നീ അത് കണ്ടുപിടിച്ചു എന്ന് എനിക്ക് ഉറപ്പായി. And a little round red house with no windows and no doors and a chimney on top. But where is the star? He asked. അങ്ങനെ കുട്ടി ചോദിച്ചു, അതിലൊന്നും കൂടെ കണ്ടെത്താനുണ്ട്. Where is the star? Then what did the mother do? Listen. She picked up a sharp knife from the table, placing the apple on its side on a plate. She cut it in half, right through its middle, and there in the center was a star. Yes, the mother took a sharp knife. ഒരു കത്തി എടുത്തിട്ട് എന്ത് ചെയ്തു? She cut in the half ആയിട്ട് കട്ട് ചെയ്തു. Then and in the center there was a star. അപ്പോൾ ആ ഒരു ആപ്പിൾ കട്ട് ചെയ്തപ്പോൾ അതിന്റെ സെന്ററിൽ എന്ത് കാണാൻ കഴിഞ്ഞു? A star in the middle of the apple. Oh, how wonderful! The inside the apple lay a star holding 5 brown seeds. It's too wonderful to eat without looking at the star, isn't it? The little boy said to his mother. Yes, indeed, answered his mother. So, it was so wonderful to see the apple with 5 seeds, brown seeds at the center. That feels that is a star. So finally, our little boy has found out this little round red house, a chimney on top, no windows and no doors, and a star in the middle. It was so successful. It was an enjoyable task for our little boy. Okay? And he enjoyed this game. He game avanu enjoy cheyu. He enjoyed this expedition. Idu expedition aayirunnu. Adum avanu enjoy cheyu. Finally he find out. He did not go back. Avan endu cheyidilla? പിന്നോട്ട് പിന്മാറി പോയില്ല അല്ലെ, കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞവൻ തിരിച്ചു വീട്ടിലേക്ക് പോയില്ല. പക്ഷെ അവന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയം അവന് ഉണ്ടായിരുന്നു. That is the story of the boy in the little round red house. Now we can go through the question answers. The rest of the questions we can discuss. Now look at the next question. 12th questions we have to discuss now. 12th question. Listen. Why did the little boy go to Mr. Ford's barn? എന്തിനാണ് ഈ കുട്ടി മിസ്റ്റർ ഫേഴ്സിന്റെ ബാണിലേക്ക് പോയത്? എന്തിനാ? Yes, the little boy went to Mr. Ford's barn to ask him about the house he was looking for. അവന് തെരഞ്ഞു നടക്കുന്ന ആ ഒരു വീട് കണ്ടെത്താനായിരുന്നു അവൻ എന്ത് ചെയ്തത്?
മിസ്റ്റർ ഫേഴ്സിന്റെ വീട്ടിലേക്ക് പോയത്. Then next question. What help did the little boy ask from Mr. First? എന്ത് ഹെൽപ്പാണ് ഈ കുട്ടി ഫേഴ്സിനോട് ഫാമറിനോട് ചോദിച്ചത്? എന്താണ്? The little boy asked Mr. First to help him to find out a little round red house with no windows and no doors, a chimney on top and a star in the middle. Then 14th question. What advice did Mr. First give to the little boy? എന്ത് അഡ്വൈസ് ആണ്, എന്ത് ഉപദേശമാണ് കുട്ടിക്ക് ഇയാള് കൊടുത്തത്? Mr. First advised the little boy to run up to his orchards and take a look around to find what he was searching for. ഓർച്ചഡിലേക്ക് ഓടിക്കയറി എന്ത് ചെയ്യണം? അവിടെ നിന്ന് ചുറ്റും നോക്കണം. അപ്പം നീ തെരഞ്ഞു നടക്കുന്നത് കണ്ടെത്താനാവും എന്നായിരുന്നു ആര് പറഞ്ഞത്? മിസ്റ്റർ ഫേഴ്സ് അഡ്വൈസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where did the little boy find the little round red house with a star in it? എവിടുന്നാ കണ്ടെത്തിയത്? Where എന്നാ ചോദിച്ചു. എവിടുന്നാണ്? The little boy found the little round red house beneath one of the apple trees of Mr. First's farm. Then 16th one. Why did the boy's mother cut the apple into half right through its middle? എന്തിനായിരുന്നു? The little boy's mother cut the apple into half right through its middle to show the boy the star in the middle. Okay. 17th one. What did the little boy see inside the apple? What is it? The boy saw a star holding 5 brown seeds in the middle of the apple. 5 brown seeds ആണ് ആ ഒരു ആപ്പിളില് കാണാൻ കഴിയും. Okay. Now we can discuss a question. What may be the question? Narration. എന്താ നറേഷൻ എന്ന് പറഞ്ഞാൽ? നറേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മള് ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നു, മീൻസ് നറേറ്റിംഗ് ദ സ്റ്റോറി